ഓരോ പൊളിറ്റിക്കൽ ബ്രേക്കിംഗ് വാർത്തയും ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഞങ്ങളുടെ പ്രതിനിധികളാണ്. ചേരുന്നു ടി വി പ്രസാദ്, ആർ റോഷിപാൽ, പി ആർ സുനിൽ, അരുൺ സോളമൻ, റഹീസ് റഷീദ്, സജോ ദേവസ്യ, എ വി ജയശങ്കർ, അഖിൽ കെ. നമുക്ക് ആദ്യം ഇതിന്റെ എങ്ങനെയാണ് ചർച്ചകൾ പുരോഗമിക്കുന്നതെന്ന് നോക്കേണ്ടതുണ്ട്. അതിനു മുന്നേ ഇന്ന് വലിയ സർപ്രൈസ്, കോൺഗ്രസിന്റെ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയാവുന്നത് വി ഡി സതീശൻ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുകയാണ്. ആദ്യ വിസ്മയമായി CPIM വിട്ട് ഐഷ പോറ്റീത കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു. ലോക് ഭവന് മുന്നിലെ കോൺഗ്രസിന്റെ സമരവേദിയിൽ നേതാക്കൾ മാലയിട്ട് സ്വീകരിക്കുന്നതാണ് കണ്ടത്. കോൺഗ്രസിൽ ചേരാനുള്ള തീരുമാനം ഇന്നലെ രാത്രി നടന്ന ചർച്ചയിലാണ് എടുത്തതും. കൊട്ടാരക്കരയിൽ UDF സ്ഥാനാർത്ഥിയായി ഐഷ പോറ്റി മത്സരിക്കാൻ വരുമെന്നതാണ്. സാധാരണ കോൺഗ്രസ് പ്രവർത്തകയായി തുടരും. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് തന്റെ ഭാഗത്തു നിന്നുണ്ടാവുക എന്നാണ് ഐഷ പോറ്റി പക്ഷേ പറയുന്നത്. റിപ്പോർട്ടിലൂടെയായിരുന്നു CPM വിടുമെന്ന സൂചന ഐഷ പോറ്റി ആദ്യം നൽകിയതും. നമുക്ക് ആ പ്രതികരണങ്ങളൊന്ന് കാണാം. നമ്മൾ ഒരു സ്ഥലത്തിരുന്നാൽ നമ്മുടെ ആവശ്യമില്ലാന്ന് നമുക്ക് ഫീൽ ചെയ്ത് അവിടെ ആരും ഇരിക്കരുത്, ഒരാളും ഇരിക്കരുത്. ആരും അടിമകളല്ലല്ലോ. നമുക്ക് നമ്മുടേതായ ഒരു വ്യക്തിത്വമുണ്ട്, നമ്മുടെ സ്വാതന്ത്ര്യമുണ്ട്. എപ്പോഴും ഈ പറയുന്ന കേട്ട് അടിച്ചമർത്തി ഇരിക്കുകയേ പാടില്ല. സ്വതന്ത്രമായിട്ട് പറയാനും ഇടപെടാനുമുള്ള അവസരം ഉണ്ടാകണം എന്നുള്ളതാണ്. ഞാൻ അങ്ങനെ എന്തെങ്കിലും കിട്ടാനും എങ്കിൽ എനിക്ക് എത്രയോ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു നേരത്തെ, എന്തെല്ലാം കാര്യങ്ങൾ. അതൊന്നും എന്തെങ്കിലും പ്രതീക്ഷിച്ചോ അങ്ങനെ ഒന്നുമല്ല. അവസരം തന്നാൽ മത്സരിക്കും, അത് പറയാൻ അറിഞ്ഞുകൂടാ എനിക്ക്. നിലവിലൊന്നുമില്ല. എല്ലാവരും ഇങ്ങനെ നിൽക്കണം വരുന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ കാണുന്നുണ്ട്. നിലവിൽ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു രാഷ്ട്രീയവും ഇല്ല. ഞാൻ മനുഷ്യൻ്റെ പക്ഷത്തായിപ്പോൾ ഒരു പക്ഷത്തുമല്ല. അങ്ങനെ അവസരം വന്നാലല്ലേ, ഏതവസരം വന്നാലും അല്ലേ, അത് അത്രയേ ഉള്ളൂ. അതിന് ഇപ്പോൾ പറയാനൊന്നുമില്ല. ഇപ്പോൾ പറയാൻ നിലവിൽ സത്യമായിട്ടൊന്നുമില്ല. അരുൺ സോളമനാണ് നമ്മളൊപ്പം ആദ്യം ചേരുന്നത്. അരുൺ, സർപ്രൈസ് എൻട്രി ആയിരുന്നു രാപകൽ സമരവേദിയിലേക്ക് ഐഷ പോറ്റിയുടേത്. കോൺഗ്രസിന്റെ ഒരു സർജിക്കൽ സ്ട്രൈക്കിനൊടുവിൽ വിസ്മയം നമ്പർ 1 എന്ന് പറയുന്നത് CPM വിട്ടുകൊണ്ട് ഐഷ പോറ്റി കൊട്ടാരക്കരയെ 3 തവണ പ്രതിനിധീകരിച്ച CPMന്റെ മുൻ MLA ഇതാ കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ്. നേതാക്കൾ ഒറ്റക്കെട്ടായി അവരെ ഷോൾ അണിയിച്ചും ഒക്കെ ഹസ്തദാനം നൽകിയും ഒക്കെ സ്വീകരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. വിനീത, തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ മുന്നണി വിപുലീകരണ ചർച്ചകൾ കോൺഗ്രസിന്റെ ക്യാമ്പുകളിൽ വളരെ വിപുലമായിട്ട് നടന്നു വരുന്നതിനിടയിൽ തന്നെ പ്രതിപക്ഷ നേതാവ് പല ഘട്ടങ്ങളിലായിട്ട് പറഞ്ഞു നിങ്ങൾ വിസ്മയം കാണും, അത് ഉടൻ തന്നെ ഉണ്ടാകുമെന്നുള്ളത് പല ഘട്ടങ്ങളായി പറഞ്ഞു. അതാണ് ഇന്നിപ്പോൾ ലോക് ഭവന് മുന്നിൽ കോൺഗ്രസ് നടത്തി വന്നിരുന്ന രാപ്പകൽ സമരവേദിയിൽ മുൻ MLA കൂടിയായിരുന്ന ഐഷ പോറ്റി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് CPMനകത്ത് തന്നെ വിള്ളലുകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം വിനീത ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ 3 തവണ കൊട്ടാരക്കര മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചെത്തുന്നു. പ്രത്യേകിച്ചും R ബാലകൃഷ്ണനെ പോലുള്ള ഒരു മുതിർന്ന നേതാവിനെ മലർത്തിയടിച്ചുകൊണ്ടാണ് 2006 അവർ നിയമസഭയിലെത്തുന്നത്. അന്ന് 12,000 ആയിരുന്നു ഐഷ പോറ്റിയുടെ ഭൂരിപക്ഷമെങ്കിൽ പിന്നീട് 2011 അവരെത്തുമ്പോൾ മത്സരിക്കുമ്പോൾ തന്നെ ആ ഭൂരിപക്ഷം 20,000 വർദ്ധിപ്പിക്കുന്നു. പിന്നീട് 2016 എത്തുമ്പോൾ 40,000 ആ ഭൂരിപക്ഷം മാറുന്ന കാഴ്ചയാണ് കണ്ടത്. പക്ഷേ 2021 എത്തിയപ്പോൾ ചിത്രമെല്ലാം മാറി മറിഞ്ഞു. കാരണം CPMന്റെ പ്രഖ്യാപിത നയമായിട്ടുള്ള, അതായത് ഒരു മണ്ഡലത്തിൽ 2 തവണ തുടർച്ചയായി മത്സരിച്ചുവെങ്കിൽ മാറ്റി നിർത്തണമെന്നുള്ളൊരു നയം, അത് നടപ്പിലാക്കിക്കൊണ്ടാണ് CPM അവിടെ KN ബാലഗോപാലിന് സീറ്റ് നൽകുന്നു. അതിൽ തന്നെ വലിയ അഭിപ്രായ വ്യത്യാസം ഐഷ പോറ്റിയെ സംബന്ധിച്ചുണ്ടായിരുന്നു. പിന്നീട് ഈ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് വക്കീൽ ഓഫീസിൽ താൻ ഒഴിഞ്ഞുമാറിയിരിക്കുന്ന ഒരവസ്ഥയുണ്ടായി. അതിൽ പലരും തന്നെ ഉപദേശിച്ചു എന്നുള്ളതാണ്. ഇങ്ങനെ ഒഴിഞ്ഞുമാറിയിരിക്കേണ്ടുന്ന ഒരാളല്ല, താങ്കളെ പോലെ ഒരാൾ സമൂഹത്തിൽ മുന്നോട്ട് വന്ന് പ്രവർത്തിക്കേണ്ടുന്ന ഒരാളാണെന്ന് ഇന്നിപ്പോൾ ലോക് ഭവനിലെത്തിയപ്പോൾ അവർ പറയുന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസം അടക്കം വി ഡി സതീശൻ അടക്കമുള്ളവർ നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് ഇന്നിപ്പോൾ കോൺഗ്രസിന്റെ ക്യാമ്പിലെത്തുന്നു. ഇപ്പോൾ AICC ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള KC വേണുഗോപാലും അതുപോലെ തന്നെ ദീപാദാസ് മുൻഷി അടക്കമുള്ളവർ അവരെ ഷാൾ അണിയിച്ച് സ്വീകരിക്കുകയും KPCC അധ്യക്ഷനായിട്ടുള്ള സണ്ണി ജോസഫ് ഇപ്പോൾ വന്ന് അവർക്ക് അംഗത്വം നൽകി ഇപ്പോൾ കോൺഗ്രസിലേക്ക് എത്തിയിരിക്കുകയാണ് ഔദ്യോഗികമായിട്ട്. ഇനി അവിടെ തീരുന്നില്ല കാര്യങ്ങൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. പക്ഷേ ഐഷ പോറ്റി പറയുന്നത് തനിക്ക് അധികാരമോഹം ഇല്ല എന്നുള്ളതാണ്. പക്ഷെ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. 2016 വിജയിച്ചതിന് ശേഷം 2021 എത്തുമ്പോൾ മത്സരിക്കാൻ സീറ്റ് നൽകുന്നില്ല. പക്ഷേ അവിടെയും അവസരങ്ങൾ മാറില്ല. കാരണം അവരെ വനിതാ ചെയർപേഴ്സണായിട്ടൊക്കെ കൊണ്ടുവരാനുള്ള ചർച്ചകളൊക്കെ നടന്നുവെങ്കിലും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല ഇത്തരത്തിൽ കോൺഗ്രസിലേക്ക് എത്തിയത് എന്ന് ഐഷ പോറ്റി പറയുകയാണ്. റോഷിപാൽ കൂടി ചേരുന്നുണ്ട്. റോഷിപാൽ, ഏതായാലും കൊട്ടാരക്കരയിൽ
കൊട്ടാരക്കരയിലെത്തും സ്ഥാനാർത്ഥിയായ ഐഷ പോറ്റി എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ കൂടി ധാരണയുടെ പുറത്താണ് ഇന്നിപ്പോൾ രാപകൽ സമരവേദി, കോൺഗ്രസിന്റെ ഒരു സമരവേദിയിലേക്ക് തന്നെ ഐഷ പോറ്റി ആനയിച്ചു കൊണ്ടുവന്ന് കോൺഗ്രസ് വലിയൊരു നീക്കം നടത്തിയിരിക്കുന്നത്. വിസ്മയം നമ്പർ 1 എന്ന് നമുക്ക് വിളിക്കാമല്ലേ? എന്താണ് തുടർ നീക്കങ്ങൾ റോഷിപ്പാൽ? വിനീത, CPM-ൽ നിന്നും അകന്ന ഐഷ പോറ്റിയെ കോൺഗ്രസ് നേരത്തെ ലക്ഷ്യം വെച്ചതാണ്. ഐഷ പോറ്റി കോൺഗ്രസ് നേതൃത്വവുമായി അടുത്തതോടെയാണ് ഉമ്മൻചാണ്ടി അനുസ്മരണ വേദിയിലേക്ക് ഐഷ പോറ്റി എത്തിയത്. അത് ഉമ്മൻചാണ്ടിയെ പുകഴ്ത്തി സംസാരിക്കുകയും ചെയ്തു. അതോടുകൂടി ഐഷ പോറ്റി കോൺഗ്രസിലേക്കെന്ന അഭ്യൂഹങ്ങൾ ഉയർന്നു. ഏറ്റവും ഒടുവിൽ ഐഷ പോറ്റി കോൺഗ്രസ് നേതാക്കളുമായി നടത്തിയ ചർച്ചയിൽ പൂർണ്ണമായും ഐഷ പോറ്റിയെ CPM തരം താഴ്ത്തിയതാണ്. പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളൊന്നും പാർട്ടിയില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ തന്നെയാണ് കോൺഗ്രസ് കൊട്ടാരക്കരയിൽ പിടിച്ചെടുക്കാൻ വേണ്ടി, അവിടെ ബാലഗോപാലിനെതിരെ മത്സരിപ്പിക്കാൻ വേണ്ടി ഐഷ പോറ്റിയെ കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തിക്കുന്നത്. കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, അത് KPC അധ്യക്ഷൻ സണ്ണി ജോസഫ്, ഒപ്പം പ്രതിപക്ഷ നേതാവ് VD സതീശനും രമേശ് ചെന്നിത്തല അടക്കമുള്ള 3 നേതാക്കളും ചേർന്ന് ആശയവിനിമയം നടത്തിയാണ് ഐഷ പോറ്റിയെ ഒടുവിൽ കോൺഗ്രസ് അംഗത്വം നൽകുന്ന രീതിയിലേക്ക് എത്തിക്കുന്നത്. ഏതായാലും കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി ബാലഗോപാലാണ് സ്ഥാനാർത്ഥിയെങ്കിൽ ആരാണോ LDF സ്ഥാനാർത്ഥി അവർക്കെതിരെ മത്സരിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. അങ്ങനെ ഉറപ്പ് നൽകി, അങ്ങനെയാണ് മത്സരരംഗത്തേക്ക് എത്തിക്കാനും പാർട്ടി അംഗത്വം നൽകാനും തീരുമാനിച്ചത്. ഇവിടെ കൊണ്ട് കോൺഗ്രസിന്റെ വിസ്മയിപ്പിക്കുന്ന നീക്കങ്ങൾ അവസാനിക്കില്ല. UDF-ന്റെയും കോൺഗ്രസിന്റെയും വിസ്മയിപ്പിക്കുന്ന നീക്കങ്ങൾ ഇനിയും തുടരുമെന്നാണ് നേതാക്കൾ പറയുന്നത്. LDF-ലെ പ്രധാനപ്പെട്ട പല നേതാക്കൾ, പ്രത്യേകിച്ച് CPM-ൽ തന്നെയുള്ള നേതൃത്വവുമായി അകന്നു നിൽക്കുന്ന പല നേതാക്കളുമായി ചർച്ചകൾ രഹസ്യമായി തന്നെ നടക്കുന്നുണ്ട്. BJP-യിലെ ചില നേതാക്കളെയും കോൺഗ്രസ് നേതൃത്വം ലക്ഷ്യമിടുന്നുണ്ട്. അവരുമായിട്ടൊക്കെ രഹസ്യമായ ചർച്ചകളാണ്. ആ ചർച്ചകൾ വിജയിച്ചു കഴിഞ്ഞാൽ വൈകാതെ തന്നെ വിസ്മയം 2ഉം 3ഉം ഒക്കെ ഉണ്ടാകുമെന്നാണ് നേതാക്കൾ പറയുന്നത്. ഏതായാലും ഇത് വലിയ നീക്കമാണ്. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ എത്തിക്കുന്നതിനൊപ്പം തന്നെയാണ് ഇങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളെ, സമൂഹത്തിൽ വലിയ സ്വാധീനമുള്ള പൊതു വ്യക്തിത്വമുള്ള ആളുകളെ അടക്കം, സാംസ്കാരിക പ്രവർത്തകരെ അടക്കം കോൺഗ്രസിലേക്കും UDF-ലേക്കും എത്തിക്കാനുള്ള ശ്രമം നേതാക്കൾ ഒറ്റക്കെട്ടായി നടത്തുന്നത്. ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടായ നീക്കമാണ് നടത്തുന്നതെന്ന് നേതാക്കൾ വിശദീകരിക്കുന്നുമുണ്ട്. വിനീത, ശരി, ഏതായാലും ആരൊക്കെയാകും അടുത്ത വിസ്മയങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം.